വെൽക്കം ബാക്ക് അനദർ ലോങ് വീഡിയോ. ഇന്ന് നമ്മളിത് ഇങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ക്ലേ വെജീസ് ആണ് നമ്മുടെ സോയിൽ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഒക്കെ കുഞ്ഞിതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത് ഒരു ലോങ് വീഡിയോ ആയിട്ടും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിൻ്റെ പ്രോസസ്സ് ഒന്നും ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ചെയ്യുന്നത്. ആദ്യം ഒരു കുഞ്ഞി ക്യാരറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെജീസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം പെയിൻറ് ചെയ്യുന്ന വീഡിയോ കൊടുത്തത്. ആദ്യം ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാരറ്റ് ഉണ്ടാക്കി, പിന്നെ നല്ല സ്വീറ്റ് കോൺ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് ഇച്ചിരി ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. യൂട്യൂബിലുള്ളപ്പോഴാണോ റെഫറൻസിന് ഇത്ര പഞ്ഞം. അങ്ങനെ ഞാൻ യൂട്യൂബും പിൻട്രസ്റ്റും എല്ലാം നോക്കിയിട്ട് എൻ്റേതായ ഒരു വഴി എനിക്ക് കിട്ടിയിട്ടോ, എല്ലാം കൂടി കലർത്തിയ ഒരു വഴി. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ കോണും ഏകദേശം സെറ്റായി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കോണായിരുന്നു കേട്ടോ കിട്ടിയത്. ഇതിൻ്റെ എല്ലാം പെയിൻറ് ചെയ്തുള്ള ലുക്കാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതിൽ ഏതെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പംകിൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഞാനൊരു 5 വെജിറ്റബിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റാഡിഷും ചില്ലിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കമൻറ്റ് വന്നിരുന്നു. അപ്പോഴേക്കും എൻ്റെ ക്ലേ തീർന്നിരുന്നു കേട്ടോ. അങ്ങനെ തീർന്നിരിക്കുമ്പോൾ ഞാൻ വീണ്ടും ക്ലേ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കിച്ചൺ സെറ്റ് സീരീസ് ആണ് കേട്ടോ. ക്ലേ വെജസ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നു കേട്ടോ. പക്ഷേ എന്തോ അതിനിങ്ങനെ പ്രോപ്പറായിട്ട് വ്യൂസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ചിലപ്പോൾ സെയിം ടൈറ്റിൽ തന്നെ ഇങ്ങനെ കൊടുത്തോണ്ടായിരിക്കാം. എന്തായാലും ഞാൻ ചെറുതായിട്ട് അതൊന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള വെജീസ് കൊണ്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചാനലിൽ പുതിയതായിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, നല്ല ക്യൂട്ടായിട്ട് മിനി കിച്ചൺ സെറ്റുകളാണ്. അതിലൊരു 5 വീഡിയോ ആയി കാണും ഇപ്പോൾ. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മസ്റ്റായിട്ടും കയറിയിട്ട് കാണണേ. കാണുമ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എന്തുണ്ടാക്കി കാണാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം, ഉണ്ടാക്കുന്ന എനിക്ക് സന്തോഷമല്ലേ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി നാളായിട്ട് എൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബർ ക്രോഷ്യ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഒരു മാസം കൊണ്ട് ഞാൻ കാത്തിരുന്ന എൻ്റെ ക്രോഷ്യ കിറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ജസ്റ്റ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടുലിപ്പ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രൈയിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല വൃത്തിക്കാണ് കിട്ടിയത് കേട്ടോ. ഞാൻ എന്നെ കൊണ്ട് അത്രയും സാധിക്കുന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷെ അടിപൊളിയായിട്ട് കിട്ടി. ഇനി എനിക്ക് കുറച്ചുകൂടി ത്രെഡ് വാങ്ങിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ക്രോഷ്യ വീഡിയോയും ഇട്ട് തുടങ്ങാം കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ലേ വെജീസാണ് ഈ വീഡിയോയിൽ ഉണ്ടാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒത്തിരി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളെ ചാനലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ക്ലേ വെജീസൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതിൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിത് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ക്യാരറ്റ് ആണെങ്കിലും ടൊമാറ്റോക്കാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പെയിൻറ്റ് കൊടുത്തത്. പിന്നെ നമ്മുടെ ക്യാരറ്റിന് കൊടുത്തു. ഈ പെയിൻറ്റ് ചെയ്യുന്നൊരു പാർട്ട് ഉണ്ടല്ലോ, ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. കാരണം ഈ പെയിൻറ്റ് ചെയ്തിൽ കഴിഞ്ഞാലാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എത്തുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഒറിജിനൽ ഫീൽ കിട്ടും. ഈ ക്യാരറ്റിനൊക്കെ അങ്ങനെ ഒറിജിനൽ ഫീൽ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കം പംകിൻ എല്ലാം കൂടി നമ്മൾ കളർ ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്കാട്ടോ നമ്മുടെ ബ്രിഞ്ചോളൊന്ന് കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അതിൻ്റെ നെറ്റി ഒന്ന് പൊട്ടി. എന്നാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ബാക്കി കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇച്ചിരി കൂടി ക്ലേ വെജീസ് ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് എനിക്ക് പനിയെല്ലാം പിടിച്ച് ഞാനിത് ഇങ്ങനെ ആയത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക്? നമ്മുടെ ആ ട്രിങ്കറ്റ് ടിഷ്യൂലും കൂടി വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും പറയാം, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.